കേരളത്തിന്റെ മികച്ച മന്ത്രിയെ കണ്ടെത്താനുള്ള മാധ്യമം മീഡിയ വൺ ബെസ്റ്റ് മിനിസ്റ്റർ അവാർഡിന്റെ ആദ്യ പതിപ്പിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വികസനവും കരുതലും എന്ന വാഗ്ദാനവുമായി 2011 മെയ് 18 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ കേരളത്തിന്റെ 21ാമത് മന്ത്രിസഭ അതിന്റെ ഭരണകാലാവധി പൂർത്തിയാക്കാൻ പോവുകയാണ്. വികസന രംഗത്തും ജനക്ഷേമത്തിലും അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാനായി എന്ന അവകാശവാദമാണ് ഈ സർക്കാരിനുള്ളത്. കൊച്ചി സ്മാർട്ട് സിറ്റിയും കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമെല്ലാം വികസന രംഗത്തെ നാഴികക്കല്ലായി ഈ സർക്കാർ എടുത്തുകാട്ടുന്നു. വികസനം എന്ന അടിസ്ഥാന തത്വം മാനദണ്ഡമാക്കുമ്പോൾ തന്നെ ജനസമ്പർക്കത്തിലും വികസന പദ്ധതികൾ പ്രായോഗിക പദത്തിൽ എത്തിക്കുന്നതിലും എത്രത്തോളം കഴിവ് പ്രകടിപ്പിക്കാൻ നമ്മുടെ മന്ത്രിമാർക്കും വകുപ്പിനും സാധിച്ചിട്ടുണ്ട്. ഇത് മാനദണ്ഡമാക്കിയാണ് മാധ്യമം മീഡിയ വൺ ബെസ്റ്റ് മിനിസ്റ്റർ അവാർഡ് സമ്മാനിക്കാൻ പോകുന്നത്. നിങ്ങൾ നൽകിയിട്ടുള്ള അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജഡ്ജിംഗ് പാനലിന്റെ വിലയിരുത്തലുമായിരിക്കും ഇതിന്റെ അടിസ്ഥാന മാനദണ്ഡം. ആദ്യം ഞാൻ നമ്മുടെ ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടുത്താം. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ ഡോക്ടർ ഡി ബാബു പോൾ, മുൻ നിയമസഭാ സെക്രട്ടറിയും നിയമ സർവകലാശാല വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ എൻ കെ ജയകുമാർ, പ്രശസ്ത സാമ്പത്തികകാര്യ വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, പ്രശസ്ത പത്രപ്രവർത്തകനും മീഡിയ അക്കാദമി മുൻ ചെയർമാനുമായ ശ്രീ എൻ പി രാജേന്ദ്രൻ, മീഡിയ വൺ ഡയറക്ടർ ശ്രീ വയലാർ ഗോപകുമാർ. ഡോക്ടർ ബാബു പോൾ, ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഈ സർക്കാരിന് നേരെ ഉയർന്നു വരികയും വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഒരു മികച്ച മന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന ഉദ്യമം ഏറ്റെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്, സ്വാഭാവികമായി ജനങ്ങൾക്ക് സംശയമുണ്ടാകും, എങ്ങനെയാണ് നമ്മൾ ഒരു മികച്ച മന്ത്രിയെ കണ്ടെത്തുക എന്നത്, എന്തൊക്കെയാണ് നമ്മൾ മാനദണ്ഡമാക്കിയത്? ജനാധിപത്യത്തിലെ അംഗീകരിക്കപ്പെട്ട ഒരു തത്വം ഏതൊരു സമൂഹത്തിനും അവർ അർഹിക്കുന്ന സർക്കാരിനെ കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പൊതുവായി നമ്മുടെ മന്ത്രിമാരെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ കേരള സമൂഹം തെരഞ്ഞെടുത്ത് അവർക്കായി തന്നെ നിയമിച്ചെടുത്ത ആളുകളാണ് മന്ത്രിമാർ എന്നതുകൊണ്ട് എല്ലാവരും യോഗ്യരാണ് എന്ന നിഗമനത്തിൽ നിന്ന് വേണം നമുക്ക് ആരംഭിക്കാൻ. എന്നാൽ യോഗ്യന്മാരായ ആളുകളിൽ നിന്ന് കൂടുതൽ യോഗ്യരായ ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ള ക്ലേശകരമായ ചുമതലയാണ് ഇവിടെ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. അത് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ മേന്മ കൊണ്ടും നൈപുണ്യം കൊണ്ടും നേട്ടങ്ങൾ കൊണ്ടും തന്നെയാണ് എങ്കിലും തിരഞ്ഞെടുക്കപ്പെടാതെ പോകുന്ന ആളുകളെ ഒരു തരത്തിലും മോശമായി ബാധിക്കുന്നതായി വ്യാഖ്യാനിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. എല്ലാ മന്ത്രിമാർക്കും എന്തെങ്കിലുമൊക്കെ നന്മകളും അവർ വഴി ഉണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളും എടുത്ത് കാണിക്കുവാനുണ്ടാകും. എന്നാൽ നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ എല്ലാ മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിന് ശേഷം അതിൽ നിന്ന് ഒരു ചുരുക്കപ്പട്ടിക ഉണ്ടാക്കുക എന്നുള്ളതാണ്. 4 പേരുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ള വളരെ ശ്രമകരമായ ദൗത്യമാണ് ആദ്യഘട്ടത്തിൽ ഈ ജഡ്ജിംഗ് പാനലിന് ചെയ്യേണ്ടതായിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ 19 മന്ത്രിമാരുടെ പ്രവർത്തന മികവാണ് വിലയിരുത്തപ്പെട്ടത്. അതിൽ ഒരു ചുരുക്കപ്പട്ടിക തയ്യാറായിട്ടുണ്ട്. അതിൽ 4 മന്ത്രിമാരാണുള്ളത്. ആ 4 പേര് ആരൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അതിന് തൊട്ടു മുൻപ് മീഡിയ വൺ ഡയറക്ടറായ ശ്രീ വയലാർ ഗോപകുമാർ, നമ്മൾ ഇതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ അഭിപ്രായം കാര്യമായി പരിഗണിച്ചിരുന്നു. വളരെ നല്ല പ്രതികരണമാണോ നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്? എങ്ങനെയാണ് നമ്മൾ അവരുടെ അഭിപ്രായങ്ങളെ മുഖവിലേക്ക് എടുക്കുന്നത്? പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾക്ക് ആണ് നമ്മൾ വെയിറ്റേജ് കൊടുക്കുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഓൺലൈൻ വഴിയും SMS വഴിയുമാണ് മീഡിയ വൺ സ്വീകരിച്ചിട്ടുള്ളത്. നല്ല പ്രതികരണമായിരുന്നു. വിദേശത്തു നിന്നും കേരളത്തിൽ നിന്നും നിരവധി ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ മന്ത്രിമാരുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയത്. അതിൽ നിന്നാണ് അവരുടെ മെറിറ്റും ഡിമെറിറ്റും കണക്കാക്കി ഈ ഒരു അവസാന 4 മന്ത്രിമാരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്.
കേരളത്തിന്റെ മികച്ച മന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഈ പ്രോസസ്സിൽ മീഡിയ വൺ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വളരെ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശരിയായ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ മാനദണ്ഡമാക്കണം, അവരുടെ ഭരണ മികവ് എത്രത്തോളം ഉണ്ടായിരുന്നു, എത്രത്തോളം ജനക്ഷേമകരമായ പദ്ധതികൾ പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ നമ്മുടെ മന്ത്രിമാർക്ക് സാധിച്ചിട്ടുണ്ട്. നേരത്തെ ശ്രീ ബാബു പോൾ പറഞ്ഞതുപോലെ തന്നെ അവർ എത്ര ഫയലുകൾ നോക്കുന്ന കാര്യത്തിൽ, അതിന് തീർപ്പുണ്ടാക്കുന്ന കാര്യത്തിൽ എത്രത്തോളം കാര്യക്ഷമമായി അവർ ഇടപെട്ടു എന്നെല്ലാമുള്ള കാര്യങ്ങൾ ഇതിന്റെ മാനദണ്ഡമായി വന്നിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചും വിലയിരുത്തിയ ശേഷമാണ് കേരളത്തിലെ 19 മന്ത്രിമാരിൽ ഏറ്റവും മികച്ച 4 പേരെ ഈ ജഡ്ജിംഗ് പാനൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ സസ്പെൻസ് നമുക്ക് ഇവിടെ പൊളിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഓരോരോ പാനലിസ്റ്റുകളായിട്ട് ഓരോരുത്തരുടെയും പേരുകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് പറയാമെന്ന് തോന്നുന്നു. ഷിബു ബേബി ജോൺ, മന്ത്രി ഷിബു ബേബി ജോൺ. പാനലിൽ വന്നിരിക്കുന്ന ഒരു മന്ത്രി ഷിബു ബേബി ജോൺ ആകുന്നു. ഷിബു ബേബി ജോൺ തൊഴിൽ വകുപ്പ് മന്ത്രി, ക്യാബിനറ്റിലെ ഒരേയൊരു എഞ്ചിനീയർ. RSP നേതാവും ദീർഘകാലം മന്ത്രിയുമായിരുന്ന ബേബി ജോണിന്റെയും അന്നമ്മ ജോണിന്റെയും മകനായി കൊല്ലത്ത് ജനനം. 2001 ചവറ മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി RSP ടിക്കറ്റിൽ മത്സരിച്ചു ജയിച്ചു. പിന്നീട് പാർട്ടി പിളർന്ന ശേഷം 2006 നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് NK പ്രേമചന്ദ്രനോട് തോറ്റു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6061 വോട്ടുകൾക്ക് പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്തി ചവറ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായി. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ആനി കോൺസ്റ്റന്റിനാണ് ഭാര്യ. 2 മക്കൾ. പാനലിൽ വന്നിട്ടുള്ള മറ്റൊരു പേര് വ്യവസായ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടി IT വ്യവസായ വകുപ്പ് മന്ത്രി, മുസ്ലിം ലീഗിന്റെ അമരക്കാരിൽ പ്രധാനി. മലപ്പുറം പാണ്ടിക്കടവത്ത് മുഹമ്മദ് ഹാജിയുടെയും KP ഫാത്തിമയുടെയും മകനായി 1951 ജനനം. MSFലൂടെ രാഷ്ട്രീയ പ്രവേശം. 1980 മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ, സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാൻ എന്ന ബഹുമതി. പിന്നീട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വരെയായി. ഇപ്പോൾ ദേശീയ ട്രഷറർ. കുഞ്ഞാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ നിയമസഭാ ജീവിതം തുടങ്ങുന്നത് 1982 മലപ്പുറത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചതോടെയാണ്. 1987 മലപ്പുറത്ത് നിന്ന് വീണ്ടും. 1991 96 2001 കുറ്റിപ്പുറത്തെയാണ് കുഞ്ഞാലിക്കുട്ടി പ്രതിനിധീകരിച്ചത്. 2006 കുറ്റിപ്പുറത്ത് KT ജലീലിനോട് പരാജയപ്പെട്ടു. 2011 ലീഗ് കോട്ടയായ വേങ്ങരയിൽ നിന്ന് വീണ്ടും ജയിച്ചു. AK ആന്റണി, K കരുണാകരൻ ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ അംഗം. KM കുൽസുവാണ് ഭാര്യ. 2 മക്കൾ. സർ, പാനൽ വന്നിരിക്കുന്ന മൂന്നാമത്തെ പേര് ഞാൻ പറയുന്നില്ല. പാനൽ 4 പേരിൽ ഉൾപ്പെട്ട ഒരാൾ മന്ത്രി ശ്രീ MK മുനീറാണ്. അദ്ദേഹം പഞ്ചായത്തിന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും ചുമതല വഹിക്കുന്ന ആളാണ്. ഡോക്ടർ MK മുനീർ, മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും വലിയ നേതാവ് CH മുഹമ്മദ് കോയയുടെയും ആമിനയുടെയും മകനായി 1962 ജനനം. ക്യാബിനറ്റിലെ ഏക ഡോക്ടർ, വരയ്ക്കുകയും പാടുകയും ചെയ്യുന്ന കലാസ്നേഹി, ഗാനരചയിതാവും കാർട്ടൂണിസ്റ്റും. ഫാസിസവും സംഘപരിവാറും എന്ന കൃതിയുടെ കർത്താവ്. MK മുനീറിന് വിശേഷണങ്ങൾ ഏറെ. MSFലൂടെ രാഷ്ട്രീയ രംഗത്ത്, പിന്നീട് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ്, കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിൽ അംഗം. 1991 കോഴിക്കോട് 2 നിന്നാണ് ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. 1996 2001 മലപ്പുറത്ത് നിന്ന് മത്സരിച്ചു ജയിച്ചു. AK ആന്റണി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. 2006 മങ്കടയിൽ മഞ്ഞളാംകുഴി അലിയോട് പരാജയപ്പെട്ടു. 2011 വീണ്ടും കോഴിക്കോട് 2 നിന്ന് നിയമസഭയിലെത്തി. നഫീസയാണ് ഭാര്യ. 2 മക്കൾ. നാലാമത്തെ പേര്, നാലാമത് എന്നുള്ള അർത്ഥത്തിലല്ല എങ്കിൽ നാലാമത്തെ പേര് ശ്രീ KP മോഹന്റേതാണ്. KP മോഹനൻ കൃഷി വകുപ്പ് മന്ത്രി, മുൻ മന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ PR കുറുപ്പിന്റെയും KP ലീലാവതി അമ്മയുടെയും മകനായി 1950 ജനനം. ഫുട്ബോൾ, വോളിബോൾ താരം, കളരി അഭ്യാസി. ഭാര്യ ഹേമജ. 3 മക്കൾ. സോഷ്യലിസ്റ്റ് ജനത സംസ്ഥാന കമ്മിറ്റി അംഗം. നിയമസഭയിൽ 3ാം തവണ. 2001 2006 LDF സ്ഥാനാർത്ഥിയായി പെരിങ്ങളം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് KP മോഹനൻ നിയമസഭയിൽ എത്തുന്നത്. പിന്നീട് പാർട്ടി LDF വിട്ടതോടെ 2011 UDF ബാനറിൽ കൂത്തുപറമ്പിൽ നിന്ന് KP മോഹനൻ 3303 വോട്ടുകൾക്ക് വിജയിച്ചു.
4 പേരടങ്ങുന്ന ഒരു ചുരുക്കപ്പട്ടികയാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് വിലയിരുത്താം വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, ശ്രീ എം കെ മുനീർ, ശ്രീ കെ പി മോഹനൻ, ശ്രീ ഷിബു ബേബി ജോൺ. ഇനി ഈ മന്ത്രിമാർ ഈ പട്ടികയിൽ ഇടം പിടിക്കാൻ അവർക്ക് തുണയായി മാറിയ അവരുടെ പ്രവർത്തന മികവ് എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളിലാണ് ജഡ്ജിംഗ് പാനൽ ഈ ഒരു ഏകാഭിപ്രായത്തിലെത്തിയത്, അതാണ് ഇനി നമ്മുടെ പാനലിസ്റ്റുകൾ വിശദീകരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീമതി മേരി ജോർജ്, താങ്കളിൽ നിന്ന് തുടങ്ങാം. അതായത് ഷിബു ബേബി ജോണിനെ ഈ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ പ്രേരകമായ പല ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന് സഹായകമായ രീതിയിൽ ലേബർ അൺറസ്റ്റ് കൺട്രോൾ ചെയ്തു. തൊഴിലാളികൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ നേരത്തെ തന്നെ ഇടപെട്ട് അതിന് പരിഹാരം കാണാനായിട്ട് അഥവാ ഒരു അമിക്കബിൾ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അദ്ദേഹം ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 5 വർഷങ്ങൾ വലിയ തൊഴിൽ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ മുൻപോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇനി അദ്ദേഹത്തിന്റെ ഭരണ മികവിന്റെ പ്രധാനപ്പെട്ട തെളിവുകളായിട്ട് ഞങ്ങൾ കണക്കിലെടുത്ത കാര്യങ്ങൾ, ഒന്ന്, അസംഘടിത മേഖലയിലെ തൊഴിലാളി കുടുംബങ്ങൾക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നു. അതിൽ തന്നെ തോട്ടം മേഖലയിൽ 10 ലക്ഷം പേർക്കാണ് സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമായത്. കയർ മേഖലയിലാണെങ്കിൽ 2.5 ലക്ഷം പേർക്കും ഇതിന്റെ പ്രയോജനം, ഈ സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാവുകയുണ്ടായി. രണ്ടാമത്, തൊഴിലാളികളുടെ മക്കൾക്ക് 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ 1200 രൂപ എന്ന കണക്കിൽ സ്കോളർഷിപ്പ് ലഭ്യമാക്കി. അതും ഈ പറയപ്പെട്ട പാവപ്പെട്ട അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കൈത്താങ്ങായിട്ടാണ്, കരുതലും വികസനവും എന്നതിന്റെ കൂടെ ഒരു കൈത്താങ്ങായിട്ടാണ് ഞങ്ങൾ കണക്കിലെടുത്തിട്ടുള്ളത്. വേറൊന്ന്, നിർമ്മാണ തൊഴിലാളികൾക്കുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ 2 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. ഇനിയും വേറൊന്ന്, കശുവണ്ടി തോട്ടം മേഖലയിൽ ഉണ്ടായിരുന്ന മിനിമം കൂലി വർദ്ധിപ്പിച്ചു. അതായത് കശുവണ്ടി തോട്ടം മേഖലയിലെ മിനിമം കൂലി വളരെ പരിതാപകരമായ രീതിയിലായിരുന്നു. അത് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ 10-15 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് നല്ല പ്രയോജനം കിട്ടുന്ന അവരുടെ ജീവിത നിലവാരത്തെ ഉയർത്തുന്നതാണ്. ഈ 4 പേരെ തെരഞ്ഞെടുക്കുമ്പോൾ വലിയ ഏറ്റക്കുറിച്ചിലുകൾ ഇവർക്ക് ഇടയിലുണ്ട്. ഷിബു ബേബി ജോണിന് നല്ല തരത്തിലുള്ള സപ്പോർട്ടാണ് ഓഡിയൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ മെരിറ്റ് കൂടെ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം അവസാന 4 പേരിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ സർ, നമ്മുടെ അടുത്ത മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. ഒരുപക്ഷെ ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം വിവാദങ്ങൾ ഉണ്ടാക്കുകയും വിവാദത്തിന്റെ കേന്ദ്രബിന്ദു ആവുകയും ചെയ്ത ഒരു മന്ത്രി ഇത്തവണ വിവാദങ്ങളിലേ പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് എത്രത്തോളമുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ പ്രത്യേക പരിഗണനയിൽ ഉൾപ്പെട്ടു? ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയെ മറ്റ് 3 മന്ത്രിമാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവ പരിചയമുള്ള ആളാണ് കുഞ്ഞാലിക്കുട്ടി എന്നുള്ളതാണ്. ഞാൻ സർവീസിലിരിക്കുന്ന കാലത്ത് അദ്ദേഹം മന്ത്രിയായതാണ്. ഞാൻ പെൻഷനായിട്ട് ഇപ്പോൾ 15 കൊല്ലമായി. അദ്ദേഹം ഇപ്പോഴും മന്ത്രിയാണ്. അപ്പോൾ ആ കസേരയിൽ ഇരുന്ന് പഴകാനും തഴക്കം നേടാനുമുള്ള സന്ദർഭം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളത് തീർച്ചയായും അദ്ദേഹത്തെ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിച്ച, സഹായിച്ച ഒരു ഘടകമായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഈ അനുഭവ പരിചയം കൊണ്ടും ജനങ്ങളാണ് യഥാർത്ഥ യജമാനന്മാർ എന്ന് ഉള്ള തിരിച്ചറിവ് കൂടുതലായി ഈ ഭരണ കാലയളവിൻ്റെ ദൈർഘ്യം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് കൊണ്ടും ആകണം തുടങ്ങിയ കാലത്ത് ഉണ്ടായതുപോലെയുള്ള അപക്വമെന്നോ അവിവേകമെന്നോ പറയാവുന്ന രീതിയിലുള്ള യാതൊരു പ്രശ്നങ്ങളും കൂടാതെ കേരളത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് അഭിമാനം പകരുന്ന ഒരു പ്രധാനപ്പെട്ട മന്ത്രിയായിട്ട് അദ്ദേഹത്തിന് തുടരാൻ സാധിക്കുന്നത്. അദ്ദേഹം ഒരു പൊതുധാര ദേശീയ രാഷ്ട്രീയ കക്ഷിയിലായിരുന്നെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓരോരോ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചെറുകിട സംരംഭങ്ങളിൽ ഈ രാജ്യത്തെ 1ാം സ്ഥാനത്തേക്ക് കേരളത്തെ കൊണ്ടുവരുവാൻ ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളത്
ചെറിയ കാര്യമല്ല. അത് കഴിഞ്ഞ 4 സാമ്പത്തിക വർഷം കൊണ്ട് 50,000-ത്തിലധികം MSMEകൾ, മിഡിൽ ആൻഡ് സ്മോൾ, മേജർ സ്മോൾ മീഡിയം ഇൻഡസ്ട്രി, ഏകദേശം 3 ലക്ഷം തൊഴിലവസരങ്ങൾ, 8,000 കോടിയിലധികമുള്ള നിക്ഷേപം. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല ചെറുകിട സംരംഭങ്ങളുടെ കാര്യത്തിൽ. അതുപോലെ എമർജിംഗ് കേരള എന്നൊരേർപ്പാടുണ്ടാക്കി. അത് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായിട്ടാണ് ഉണ്ടായത്. അതുപോലെ ഈ യുവ സംരംഭകർക്ക് വേണ്ടി ഉച്ചകോടി എന്ന് പേരിട്ട ഒരു ഏർപ്പാടുണ്ടാക്കി. അതും ഞങ്ങൾ കണക്കിലെടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച മന്ത്രിയെ കണ്ടെത്താനുള്ള ഈ പ്രയാണത്തിൽ നമ്മുടെ ഈ ചുരുക്കപ്പട്ടികയിൽ ഇനി 2 മന്ത്രിമാർ കൂടിയാണുള്ളത്. കൃഷിമന്ത്രി KP മോഹനനും സാമൂഹ്യക്ഷേമ മന്ത്രി ശ്രീ MK മുനീറും. അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് വിലയിരുത്താം വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ വയലാർ ഗോപകുമാർ, വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയിട്ടുള്ള പ്രേക്ഷക പ്രതികരണം എങ്ങനെയാണ്? പ്രേക്ഷകരിൽ നിന്ന് അകമഴിഞ്ഞ പിന്തുണ കിട്ടിയിട്ടുള്ള അപൂർവം ചില മന്ത്രിമാരിൽ ഒരാളാണ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് മാത്രമല്ല പ്രവാസികളിൽ നിന്നും വളരെ വലിയ പിന്തുണയാണ് കിട്ടിയിരിക്കുന്നത്. അതിന് ജഡ്ജിംഗ് കമ്മിറ്റി അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് പ്രവാസികൾക്ക് കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായ ഒരു സാഹചര്യം അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതികരണമാണ് പ്രവാസികളുടെ പിന്തുണയ്ക്ക് കാരണം എന്ന് കരുതുന്നു. ശ്രീ NK ജയകുമാർ, നമ്മുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരു മന്ത്രിയാണ് ഡോക്ടർ MK മുനീർ. സാമൂഹ്യക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ MK മുനീർ. അദ്ദേഹത്തിന് എത്ര മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ മന്ത്രിസഭയുടെ ഭാഗമായിരുന്നു ഈ 5 കൊല്ലം? ഡോക്ടർ മുനീർ ഈ വകുപ്പുകളുടെ ചുമതലയെടുത്തപ്പോൾ പൊതുവെ ഉണ്ടായൊരു ധാരണ അദ്ദേഹത്തിന് അപ്രധാനമായ വകുപ്പുകൾ കൊടുത്തിരിക്കുന്നു. പഞ്ചായത്ത് വകുപ്പും സാമൂഹ്യനീതി വകുപ്പാണ് അദ്ദേഹം ഏറ്റെടുത്തത്, അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നത്. ഈ വകുപ്പുകൾ അപ്രധാനമല്ല എന്ന് കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ നോട്ടത്തിൽ ഡോക്ടർ മുനീറിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഈ 2 വകുപ്പുകളും കേരളത്തിലെ ജനജീവിതവുമായി വളരെ ആത്മബന്ധം പുലർത്തുന്ന വകുപ്പുകളാണ്, ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള വകുപ്പുകളാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഒപ്റ്റിക്കൽ കണക്റ്റഡ്, ഇപ്പോൾ നമ്മളിന്ന് ജീവിക്കുന്ന ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വിവരസാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ ഇത് അതിപ്രധാനമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇങ്ങനെ ഗ്രാമം നഗരം എന്നുള്ളൊരു വേർതിരിവ് തന്നെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഈ ഗ്രാമങ്ങളൊക്കെ തന്നെ ഏതാണ്ട് നഗരവൽക്കരിക്കപ്പെട്ട സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ തന്നെ ഈ ഓപ്റ്റിക്കൽ കണക്ഷൻ എത്തിക്കുക, പഞ്ചായത്തുകൾക്ക് പദ്ധതി വിഹിതം പരമാവധി കൊടുക്കുക, പിന്നെ സാമൂഹ്യനീതി മേഖലയിലേക്ക് വരുമ്പോൾ സഹായം അർഹിക്കുന്നവർക്ക്, അതായത് ശാരീരികമായി വൈകല്യം അവശതയുള്ളവർക്കുള്ള സഹായങ്ങൾ, പിന്നെ വനിതകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ, ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്ന കാര്യത്തിൽ, സാമൂഹ്യ സുരക്ഷ, ആരോഗ്യ പരിപാലനം ഉൾപ്പെടെ പല കാര്യങ്ങളിലും ഏറ്റെടുത്ത പരിപാടികൾ, ചികിത്സാ സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ധനസഹായം, രോഗികൾക്ക് പരിചാരകൻ്റെ സേവനം ആവശ്യമായ വിധത്തിൽ അവർക്ക് അത് നൽകുക. പിന്നെ തീർച്ചയായിട്ടും ചില കാര്യങ്ങളിലൊന്നും പൂർണ്ണമായി വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. എൻഡോസൾഫാൻ പ്രശ്നത്തിലൊക്കെ തന്നെ ഇടപെടലുകൾ ഉണ്ടായി, പക്ഷേ അത് പൂർണ്ണമായും ഫലം കണ്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. വയോജന കേരളത്തെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. ഈ സീനിയർ സിറ്റിസൺസിൻ്റെ വയോജനങ്ങളുടെ ഒരു അനുപാതം ശതമാനം കണക്ക് നോക്കിയാൽ അത് വളരെ കൂടുതലാണ്. അപ്പോൾ അവരുടെ പ്രത്യേക പ്രശ്നങ്ങൾ അതിനൊക്കെ തന്നെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വയോജനക്ഷേമ ബോർഡ് തന്നെ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ള സ്പെഷ്യൽ ഓഫീസറെ വെച്ചു, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ സൗജന്യ ഭക്ഷണം നൽകുന്ന പദ്ധതികൾ, കേൾവിശക്തി ശ്രവണ വൈകല്യം ബാധിച്ച കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അത് കണ്ടെത്തി അതിനുള്ള പ്രതിവിധികൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, 1,00,000 അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്നത്, അതൊക്കെ തന്നെ എല്ലാം പുതിയതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊക്കെ തന്നെ അർത്ഥവത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ 2,000 പേർക്ക് വിവാഹത്തിനുള്ള ധനസഹായം നൽകാൻ സാധിച്ചു. ഇങ്ങനെ സാമൂഹ്യനീതി വകുപ്പും വളരെ സജീവമായി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ അപ്രധാനമെന്ന് കരുതപ്പെട്ടിരുന്ന 2 വകുപ്പുകളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ആ വകുപ്പുകളുടെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു, ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിച്ചു. യാതൊരു വിവാദങ്ങളിലും പെടാതെ നിശബ്ദനായി
തൻ്റെ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. നിയമസഭയിലും താരതമ്യേന നല്ല പ്രകടനം കാഴ്ചവെക്കാൻ ഡോക്ടർ മുനീറിന് കഴിഞ്ഞു. ഇത്തരം ഘടകങ്ങളാണ് അദ്ദേഹത്തെയും ഈ 4 പേരുടെ ചുരുക്കപ്പട്ടികയിൽ സ്ഥലം പിടിക്കാൻ അതിനുള്ള ഒരു അവസരം ഉണ്ട് എന്ന് ഉറച്ച തീരുമാനത്തിലെത്താൻ ഈ ജഡ്ജിംഗ് പാനലിനെ പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിനുള്ള പ്രേക്ഷക പിന്തുണ എത്രമാത്രമാണ്? വളരെ മികച്ച പിന്തുണ ലഭിച്ച ഒരു ഭാഗ്യവാനാണ് ശ്രീ MK മുനീർ. അതിന് പ്രധാന കാരണം ഇത്രയധികം പ്രവർത്തിക്കാൻ ക്ലേശമുള്ള ഒരു വകുപ്പ് പഞ്ചായത്ത് വകുപ്പ് പോലെ പറ്റുന്നില്ല എന്നാണ് കരുതേണ്ടത്. കാരണം ഇത്രയും ജനസാന്ദ്രതയുള്ള കേരളത്തിൽ മാലിന്യ സംസ്കരണം, കീഴ്ത്തട്ടിലുള്ള വികസനം എന്നിവയിൽ ഒരു രാഷ്ട്രീയ അഭിപ്രായ സമന്വയം ഉണ്ടാക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. പഞ്ചായത്തുകൾ വലിയ കുഴപ്പമില്ലാതെ രാഷ്ട്രീയ ചായ്വുകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീ മുനീറിന് കഴിഞ്ഞു എന്നാണ് ഈ ജനങ്ങളിൽ നിന്ന് കിട്ടിയ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശ്രീ NP രാജേന്ദ്രൻ, ഇനി നമ്മുടെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇനിയുള്ള മന്ത്രി കൃഷി മന്ത്രി ശ്രീ KP മോഹനാണ്. എന്തൊക്കെയാണ് ശ്രീ KP മോഹന്റെ പ്രവർത്തന മികവായി ജഡ്ജിംഗ് പാനൽ വിലയിരുത്തിയത്? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരളം ഒരു നഗരമായി കൊണ്ടിരിക്കുകയാണ്. കൃഷി നമ്മുടെ ഏറ്റവും വേഗം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് കൃഷിയാണ് എന്നെല്ലാവരും പറയും. കൃഷിയിടങ്ങളുടെ വിസ്തീർണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, കാർഷിക ഉൽപ്പന്നങ്ങൾ കുറയുന്നു, നമ്മളെല്ലാം ഇറക്കുമതി ചെയ്യുകയാണ്, എല്ലാറ്റിനും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു. ഈ രീതിയിലുള്ള ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത്. കുറച്ചു കാലമായിട്ടുള്ളതാണ്, ഇപ്പോൾ ഉണ്ടായതല്ല. അത്തരമൊരു അവസ്ഥയിൽ നമ്മളിപ്പോൾ ഈ മന്ത്രിമാരെയൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഒരു കൃഷിമന്ത്രിയെ ഗൗരവമായി പരിഗണിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത്രയും ഒന്നും ചെയ്യാൻ ഇല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു കുറച്ച് കാലമായിട്ട് നമ്മൾ ഒരുപാട് സമയം കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ചും കാർഷിക രംഗത്തെ പുരോഗതിയെക്കുറിച്ചും കാർഷിക രംഗത്തെ പുതിയ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യേണ്ടി വന്നിരിക്കുന്നു. അത് പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കൃഷിമന്ത്രിയുടെ കൂടി ഒരു കോൺട്രിബ്യൂഷനാണ്. ഈ രംഗത്ത് പച്ചക്കറി പ്രധാനമായിട്ട് ഉണ്ടായിട്ടുള്ളൊരു കാര്യം പച്ചക്കറിയുടെ മേലാണ്. പച്ചക്കറിയിൽ വിഷം വരുന്നു എന്നുള്ള ഒരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലമുണ്ട്. എങ്കിൽ പോലും നമ്മൾ കേരളത്തിൽ കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണം, നമുക്കാവശ്യമുള്ള പച്ചക്കറി നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്ന ഒരു ചിന്താഗതി പരക്കെ ഉണ്ടാവുകയും നമ്മളിൽ ഒരിക്കൽ പോലും കൃഷി ചെയ്തിട്ടില്ലാത്ത, ഒരിക്കൽ പോലും എന്തെങ്കിലും ഒരു പച്ചക്കറി വിത്ത് വീട്ടിലെ പറമ്പിൽ വിതറിയിട്ടില്ലാത്ത ആളുകൾ പോലും വ്യാപകമായി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ സ്ഥിതിവിവരക്കണക്കുകളിലേക്ക് ഞാൻ അധികം കിടക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ 90,533 ഹെക്ടറിൽ പച്ചക്കറി കൃഷി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് പഴയ 42,000 നിന്ന് 2011-12 42,000 ഹെക്ടറിൽ നിന്നാണ് ഈ 90,000 ഹെക്ടറായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എന്നത് ചെറിയ നേട്ടമായിട്ട് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ അതിന് ഒരുപാട് ഉപഘടകങ്ങളുണ്ട്. പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തതും ക്ലസ്റ്ററുകൾ ഉണ്ടാക്കിയതും സ്കൂളുകളിൽ പച്ചക്കറി കൃഷി നടപ്പാക്കിയതും അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ വിഷവളം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. അതിൻ്റെ ആ രംഗത്തും 4 വർഷം കൊണ്ട് 35 കോടി രൂപ ജൈവ കൃഷി പദ്ധതികൾക്കായി അനുവദിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല ജില്ലകളും വളരെ വലിയ നേട്ടങ്ങൾ ആ കാര്യത്തിൽ കൈവരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ധനസഹായങ്ങൾ നൽകുന്ന കാര്യം, പുതിയ തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യുന്ന കാര്യം, കേരഗ്രാമം പദ്ധതി തുടങ്ങിയിട്ടുള്ള അതിനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് വികസന രംഗത്ത് ഇപ്പോൾ വളരെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്ന നീര ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം നിരവധി രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വപരമായ പങ്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഹൈടെക് കൃഷി അങ്ങനെ വേറൊരു മേഖലയാണ്. ശ്രീ വയലാർ ഗോപകുമാർ, വോട്ടിങ്ങിലൂടെ കൃഷിമന്ത്രി ശ്രീ KP മോഹന് ലഭിച്ചിട്ടുള്ള പ്രേക്ഷക പിന്തുണ ബലമുള്ളതാണോ? ശ്രീ KP മോഹന് അത്ര മികച്ച പിന്തുണയല്ല പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളത് ഒരു സത്യമാണ്. ഈ ജഡ്ജിംഗ് പാനലിൽ മികച്ച 4 മന്ത്രിമാരെ ഈ മന്ത്രിമാരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ വെച്ചിരുന്നു. അതിലേറ്റവും പ്രധാനം പ്രേക്ഷകരുടെ പിന്തുണ തന്നെയായിരുന്നു. എന്നാൽ ഈ ഇങ്ങനെ വരുന്ന മികച്ച പിന്തുണയോട് മുന്നിൽ വരുന്ന മന്ത്രിമാർക്ക് മറ്റു ചില ക്വാളിറ്റീസ് കൂടെ ഉണ്ടാകണം എന്ന് ജഡ്ജിംഗ് പാനലിന് നിർബന്ധമുണ്ടായിരുന്നു. അതിലൊന്ന് പ്രതിച്ഛായയാണ്, മറ്റൊന്ന് ആരോപണങ്ങൾക്ക് വിധേയനല്ലാതിരിക്കുക എന്നുള്ളതാണ്. ആ വക മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ
അദ്ദേഹത്തെക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയ പലരും അദ്ദേഹത്തിന് താഴെ വന്നു. അതുകൊണ്ടാണ് ഈ 4 പേരിൽ KP മോഹൻ എത്തിയത്. മാധ്യമം മീഡിയ വൺ ബെസ്റ്റ് മിനിസ്റ്റർ അവാർഡിനായി കേരളത്തിലെ മികച്ച മന്ത്രിയെ കണ്ടെത്തുന്നതിന് മാനദണ്ഡമായി പ്രവർത്തന മികവും ഭരണ നേട്ടങ്ങളും എല്ലാം തന്നെ ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങൾ ഭാഗമാക്കുകയുണ്ടായി. തുടർന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ 4 മന്ത്രിമാരിൽ നിന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി വോട്ടുകളായി അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇനിയുള്ള സെഷനുകളിൽ ഈ മന്ത്രിമാരുമായി നമ്മുടെ ജഡ്ജിംഗ് പാനൽ നേരിട്ടുള്ള അഭിമുഖവും നടത്തുന്നതായിരിക്കും. തുടർന്നുള്ള സെഷനുകൾക്കായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.